സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് കോഴ ആരോപണത്തിൽ കോൺഗ്രസിന് വെട്ടിലാക്കി പഴയ കരാർ രേഖ പുറത്ത്. ബാങ്ക് നിയമനത്തിന് ഉദ്യോഗാർത്ഥിയുടെ പിതാവിൽ നിന്ന് 30 ലക്ഷം വാങ്ങിയതായി കരാറിൽ പറയുന്നു. പണം വാങ്ങിയത് DCC പ്രസിഡന്റായിരുന്ന IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമെന്നും കരാറിലുണ്ട്. ആത്മഹത്യ ചെയ്ത NM വിജയനാണ് കരാറിൽ ഒപ്പുവെച്ചത്. പുറത്തുവന്ന കരാർ രേഖ വ്യാജമെന്നായിരുന്നു IC ബാലകൃഷ്ണന്റെ മറുപടി. ഈ വേട്ടയാടൽ നിർത്തിയേ പറ്റൂ. NM വിജയന്റെ ഗതികേട് മറ്റൊരാൾക്കും ഈ ഭൂമുഖത്തുണ്ടാകാൻ പാടില്ലെന്ന് നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ് ഞാൻ. അധികാരങ്ങളൊന്നും ഉണ്ടാവും, നാളെ അധികാരങ്ങൾ നഷ്ടപ്പെടും. അതിലൊന്നും IC ബാലനെ സംബന്ധിച്ച് ഭയമില്ല. എൻ്റെ കൈ ശുദ്ധമാണ്. എന്നെ മോശമാക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ എന്നെ വളരെ ചെറുതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടി നടക്കുന്നു. ഇത് സുൽത്താൻ ബത്തേരിയിലെ നല്ല വോട്ടർമാർ, നല്ല വ്യക്തി ഉടമകളായ ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ഇതൊന്നും വിലപ്പോവില്ല. അനീസ് അലി കൂടുതൽ വിവരങ്ങൾ നൽകും. അനീസ് അലി, NM വിജയന്റെയും മകന്റെയും മരണവുമായി ബന്ധപ്പെട്ട CPM ഇതിനോടകം തന്നെ കോൺഗ്രസിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അർബൻ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കോഴ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിൽ IC ബാലകൃഷ്ണന്റെ മറുപടി എന്താണ്? പഴയ കരാർ രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്? സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങി എന്നായിരുന്നു സുൽത്താൻ ബത്തേരി CPMന്റെ ഏരിയ സെക്രട്ടറി ഇപ്പോൾ അല്പസമയം മുമ്പ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അത് ശരിവെക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നത്. അത് ഒന്നാം കക്ഷിയായി പീറ്റർ മാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ രണ്ടാം കക്ഷിയായി ഇന്നിപ്പോൾ മരിച്ചിട്ടുള്ള NM വിജയനും ഒപ്പുവെക്കുന്ന കരാർ രേഖ എന്നാണ്. ആ കരാറിൽ പറയുന്നത് ഈ അർബൻ ബാങ്കിൽ അടക്കം 3 ബാങ്കുകളുടെ പേര് പറയുന്നുണ്ട്. ഇവിടെ ഏത് ബാങ്കിലാണോ ആദ്യം ഒഴിവ് വരുന്നത് ആ ഒഴിവിൽ തന്റെ മകനെ, പീറ്റർ മാഷുടെ മകനെ നിയമിക്കണം എന്ന കരാറിൽ 30 ലക്ഷം രൂപ നൽകിയിരിക്കുന്നു. അഥവാ ഇത് ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിന് ജോലി നൽകാൻ സാധിച്ചില്ല എങ്കിൽ പീറ്റർ മാഷ് IC ബാലകൃഷ്ണനിൽ നിന്ന് ഇത് വാങ്ങി നൽകും. IC ബാലകൃഷ്ണനാണ് ഈ കാശ് നൽകുന്നത്. അദ്ദേഹം DCC പ്രസിഡന്റാണ്, അദ്ദേഹത്തിനാണ് ക്യാഷ് നൽകുന്നത്. അഥവാ ഏതെങ്കിലും തരത്തിൽ കരാർ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 30 ലക്ഷം രൂപയും അതിന്റെ പലിശയും അടക്കം IC ബാലകൃഷ്ണനിൽ നിന്ന് തിരിച്ചു വാങ്ങും എന്ന തരത്തിലുള്ള ഒരു കരാർ ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതിൽ NM വിജയന്റെയും പീറ്റർ മാഷുടെയും പേരെഴുതി ഒപ്പിട്ടിരിക്കുന്നു. എന്നാൽ ഇത് വ്യാജരേഖയാണ് എന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ IC ബാലകൃഷ്ണൻ MLA-യുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ഒരു വ്യാജ നിർമ്മിതി സൃഷ്ടിച്ചതിനെതിരെ താൻ കോടതിയെ സമീപിക്കുകയാണ്. താൻ തിങ്കളാഴ്ച തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകും. കൃത്യമായ ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകണം എന്നത് തന്റെ വിശ്വാസ്യതയുടെ കൂടി പ്രശ്നമാണ്. അതുകൊണ്ട് ഈ വ്യാജരേഖ സൃഷ്ടിച്ചിട്ടുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ NM വിജയന്റെ കാര്യത്തിൽ ശരിയായ അന്വേഷണം ഉണ്ടാകണം. എങ്ങനെ മരണപ്പെട്ടു, എന്താണ് ഇത് ഉപജാപക സംഘത്തിന്റെ ഒരു കെണിയിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നതെല്ലാം പരിശോധിക്കണമെന്നാണ് IC ബാലകൃഷ്ണൻ പറഞ്ഞത്. IC ബാലകൃഷ്ണൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഈ മരണവുമായി ബന്ധപ്പെട്ട് തന്റെ പേര് വലിച്ചിഴക്കുന്നത് പാർട്ടിക്കകത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും, അത് ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറയുന്നു, ആരാണെങ്കിലും ഈ സംഘത്തെ പുറത്തു കൊണ്ടുവരണം. തനിക്ക് ഒന്നും ഒളിക്കാനില്ല. ഇത് അന്വേഷണത്തിലൂടെ പുറത്തു വരണം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ കോഴ വാങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ കോഴ വാങ്ങിയതിന് ശേഷം ആരെങ്കിലും തന്നെ ബന്ധപ്പെടണം. ഈ പീറ്റർ മാഷ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് അദ്ദേഹം പറയുന്നു, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു NM വിജയന് IC ബാലകൃഷ്ണനോട് പറഞ്ഞാണ് ഈ കോഴ നൽകുന്നത് എന്ന് പറയുന്നു എങ്കിൽ IC ബാലകൃഷ്ണനെ വിളിച്ചൊന്ന് സംസാരിക്കാൻ താങ്കളുടെ അറിവോടെയാണോ ഇങ്ങനെ ഒരു കരാർ എന്ന് ചോദിക്കാൻ ഇന്ന് വരെ തന്റെ അടുത്ത് വന്നിട്ടില്ല. ഈ പഴയ കരാർ രേഖ പുറത്തു വന്നത് എങ്ങനെയാണ്? CPM നേതാക്കൾ തന്നെയാണോ ഈ രേഖ പുറത്തുവിട്ടിരിക്കുന്നത്? ഈ കരാർ രേഖ പുറത്തു വന്നത് CPM വഴി തന്നെയാണ് ഈ ഒരു രേഖ പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം ഇത് ഒരു NM വിജയന്റെയും ഈ പീറ്റർ മാഷിന്റെയും പേരെഴുതി ഒപ്പിട്ടിട്ടുള്ള കരാർ രേഖയുടെ ഫോട്ടോസ്റ്റാറ്റായാണ് ഇപ്പോൾ ഈ രേഖ പുറത്തു വന്നിട്ടുള്ളത്. ഇതിന്റെ വിശ്വാസ്യത കൂടി പരിശോധിക്കണം എന്നാണ് ഇപ്പോൾ IC ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഇതൊരു ശരിയായ രേഖയാണ് എന്നും ആ സന്ദർഭത്തിൽ കോഴ
കോഴ നൽകിയതിന്റെ കരാർ രേഖയാണ് എന്നും ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ ആവശ്യമായ തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. ഇതിന്റെ ഒറിജിനലും നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ ഒരു രേഖയുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി മാത്രമാണ്, ഒരു പകർപ്പ് കോപ്പി മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അടക്കം വന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് നിലവിൽ ഇതൊരു ആരോപണം മാത്രമായാണ് നിലനിൽക്കുന്നത്. ഇതിൽ വിശദമായ അന്വേഷണം സർക്കാർ പോലീസ് നടത്തും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള NM വിജയൻ ശരി, ഞാൻ അനീസിലേക്ക് വരാം.